ഹലോ! ഇത് നമുക്ക് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു 3 റെസിപ്പിയാണ്. ഉന്നക്കായൻ്റെയും പിന്നെ സമൂസ, സ്പ്രിംഗ് റോള് എല്ലാം നമുക്ക് പെട്ടെന്ന് ചെയ്യാൻ പറ്റുന്ന റെസിപ്പിയാണ്. ഉന്നക്കായ്ക്ക് വേണ്ടിയിട്ട് 5 പഴം എടുത്തിട്ടുണ്ട്. ഓവർ പഴുക്കാത്തതാണ്. പഴുത്താലും കുഴപ്പമൊന്നുമില്ല. ഇതിങ്ങനെ ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുത്തിട്ട് വേവിച്ചെടുക്കാം. ആവിയിൽ വെച്ചിട്ട് സ്റ്റീം ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നമുക്ക് വെള്ളത്തിൽ തന്നെ ബോയിൽ ചെയ്തെടുക്കാം. ഞാനിവിടെ എയർ ഫ്രയറിലാണ് ചെയ്യുന്നത്. അപ്പോൾ പഴം ഒന്ന് വേവിച്ചിട്ട് ഉടച്ചെടുക്കണം ചൂടോടുകൂടി തന്നെ. ഇതിലേക്ക് ഇനി ഒരു ഫില്ലിങ് ഉണ്ടാക്കണം. ഞാൻ തേങ്ങ വെച്ചിട്ടാണ് ചെയ്യുന്നത്. ചില ഏരിയയിൽ മുട്ട വെച്ചിട്ട് ചെയ്യും. പക്ഷേങ്കിൽ ഒന്നും കൂടി ടേസ്റ്റ് തോന്നൽ തേങ്ങൻ്റെതാണ്. പിന്നെ അത് ഓരോ ആൾക്കാരുടെ ടേസ്റ്റിനനുസരിച്ചിട്ട് മാറ്റം വരുത്തുക. തേങ്ങൻ്റെ ഫില്ലിങ് എങ്ങനെ ഉണ്ടാക്കാം? കുറച്ച് ഗീ ഒഴിച്ചിട്ടുണ്ട്, 1 ടേബിൾ സ്പൂൺ. അതിലേക്ക് അണ്ടിപ്പരിപ്പ് മുന്തിരി ചേർത്തൊന്ന് റോസ്റ്റ് ചെയ്തിട്ട് ഞങ്ങളുടെ 2 കപ്പ് തേങ്ങ എടുത്തിട്ടുണ്ട്. അതിലേക്കൊരു 3 ഏലക്കായ ഒന്ന് ചതച്ചിട്ടിട്ട് ഒന്ന് മിക്സ് ചെയ്തെടുക്കാം. ഈ നമ്മൾ പണ്ടെന്നാ പറയാം, ഇത് കുറേ ടൈം ഇങ്ങനെ നമ്മളിട്ട് വറുത്തെടുക്കുക. അപ്പം തേങ്ങയല്ലേ, ഡ്രൈ ആയിപ്പോവും. അപ്പോൾ തേങ്ങ ചേർത്ത പാടന്നെ അതിലേക്ക് ഞാൻ 1/4 കപ്പ് പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അതും ചേർത്തൊന്ന് മിക്സ് ചെയ്യാം. എന്നിട്ട് ആ പഞ്ചസാര ഒന്ന് മെൽട്ടായി വരുന്ന ടൈം കൊണ്ട് തന്നെ ഇത് ചെറുങ്ങനെ കളർ മാറി വരും. നല്ല സോഫ്റ്റ്, പഞ്ചസാര മെൽട്ടാകുമ്പം തന്നെ തേങ്ങ നല്ല സോഫ്റ്റായിട്ട് വരും. ഞാൻ മധുരം കുറവായതുകൊണ്ട് 1 ടേബിൾ സ്പൂണും കൂടി പഞ്ചസാര ചേർത്തിട്ടുണ്ട്. അപ്പോൾ കുറേ സമയം ഇട്ട് റോസ്റ്റ് ചെയ്യാണ്ട് പഞ്ചസാര മെൽട്ടായിട്ട് സോഫ്റ്റായി വരുന്ന ടൈമിൽ തന്നെ ഫ്ലെയിം ഓഫ് ചെയ്യാം. ആ ടൈം കൊണ്ട് തന്നെ പഴം നല്ലോണം വെന്ത് വന്നിട്ടുണ്ട്. നമ്മൾ ആവിയിൽ വെച്ചിട്ടായാലും വെള്ളത്തിലിട്ടിട്ട് പുഴുങ്ങിയെടുക്കുന്നതായാലും അതുപോലെ തന്നെ നല്ല സോഫ്റ്റായിട്ട് വെന്ത് വന്നിട്ടുണ്ട്. അപ്പം അത് ചൂടോടുകൂടി തന്നെ നമുക്ക് നല്ലോണം ഉടച്ചിട്ട് എടുക്കണം. ഉടച്ചെടുക്കുന്നുണ്ട് അങ്ങനെ എടുക്കാം, അല്ലെങ്കിൽ നമുക്ക് ഫുഡ് പ്രോസസ്സറെല്ലാം ഉണ്ടെങ്കിൽ അതിലിട്ടിട്ട് ഒന്ന് അടിച്ചെടുക്കാം. അമ്മിമ്മൽ വെച്ചിട്ടാണെങ്കിൽ അങ്ങനെ ചെയ്യാം. എന്തായാലും നമുക്ക് ഇങ്ങനെ പരത്തിയെടുക്കാൻ പാകത്തിന് ഈ പഴത്തിനെ നല്ല സോഫ്റ്റ് ആക്കിയിട്ട് എടുക്കാം. നമുക്ക് കയ്യിലാക്കാൻ വേണ്ടിയിട്ട് ഓയിലോ വെളിച്ചെണ്ണ എന്തെങ്കിലും എടുക്കാൻ. കയ്യിൽ നല്ലോണം എണ്ണ ഉണ്ടാവണം, എന്നാലേ നമുക്ക് നല്ല ഷേപ്പ് ആക്കിയിട്ട് എടുക്കാൻ പറ്റും. അല്ലെങ്കിൽ ഇങ്ങനെ ഒട്ടിപ്പിടിക്കും. അപ്പോൾ കയ്യിൽ വെച്ചിട്ട് ഇങ്ങനെ ഒന്ന് പരത്തി എടുത്തിട്ട് നമുക്ക് ആവശ്യമുള്ളത്ര ഫില്ലിങ് വെച്ചിട്ട് ഒന്ന് എല്ലാ സൈഡിൽ നിന്നും ഒന്ന് ഒട്ടിച്ചെടുത്തിട്ട് നമുക്ക് കൈമേൽ വെച്ചിട്ട് 2 കൈ കൊണ്ട് ഇങ്ങനെ ഒന്ന് ഷേപ്പ് ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ മൊത്തത്തിൽ ഇതുപോലെ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇതൊരു ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് വെക്കാം. എത്ര ദിവസം വേണ്ടെങ്കിലും 1 മാസമെല്ലാം സുഖമായിട്ട് നിൽക്കുവേ. നമ്മൾ ഇപ്പോൾ പുറത്തെടുത്തിട്ട് കുറേ സമയം പുറത്ത് വെക്കാണ്ടെന്നാൽ മതി. നമുക്ക് വേഗം എടുത്ത് നമുക്ക് ആവശ്യമുള്ളത് എടുത്തിട്ട് പെട്ടെന്ന് തന്നെ പിന്നെ ഫ്രീസറിലേക്ക് വെച്ചാൽ മതി. അങ്ങനെ ആകുമ്പോൾ നമുക്ക് എത്ര വേണ്ടെങ്കിലും യൂസ് ചെയ്യാം. ഇനിയിപ്പോൾ സെയിം ഫില്ലിങ് വെച്ചിട്ട് ഞാൻ സമൂസയാണ് ഉണ്ടാക്കുന്നത്. ഇത് ശരിക്കും നമ്മളെ കോഴിയടയല്ലേ അതിൽ തിന്നുന്ന സെയിം ടേസ്റ്റാണ്. അപ്പം ബാക്കി പണ്ടത്തോണ്ട് ഇങ്ങനെ ചെറിയ സമൂസ ആക്കി എടുത്തിട്ടുണ്ട്. അതും ഇതുപോലെ നമുക്ക് ബോക്സിലാക്കിയിട്ട് സ്റ്റോർ ചെയ്ത് വെക്കാം. ആവശ്യമുള്ളത് എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതി. ഇനി ഇതാ ഒരു ഈസി സ്പ്രിംഗ് റോളാണ്. അതിന് വേണ്ടിയിട്ട് ഒരു പീസ് ചിക്കൻ ബ്രസ്റ്റ് എടുത്തിട്ടുണ്ട്. അത് ഉപ്പും കുരുമുളകും കുറച്ച് ഗരം മസാലയും കൂടി ചേർത്തിട്ട് ഒന്ന് മാരിനേറ്റ് ചെയ്തിട്ട് വേവിച്ചെടുക്കാം. 1 ക്യാരറ്റ്, 1 ഉള്ളി, ഒരു ചെറിയൊരു പീസ് ക്യാബേജ് എടുത്തിട്ടുണ്ട്. അത് ചെറുതായിട്ടൊന്ന് കട്ട് ചെയ്തെടുക്കാം. ഇങ്ങനെ ചോപ്പ് ചെയ്തെടുക്കാം, അല്ലെങ്കിൽ നീളത്തിൽ കട്ട് ചെയ്തെടുക്കുക. നമ്മളെ ഇഷ്ടത്തിന് ചെയ്യാം. ഇത് ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന ഒരു മെത്തേഡാണ്. അപ്പോൾ ഇതാ കുറച്ച് ഓയിലൊന്ന് സ്പ്രേ ചെയ്തിട്ട് അതിലേക്ക് ഈ വെജീസ് എല്ലാം ഒന്ന് ചേർത്ത് കൊടുക്കാം. എന്നിട്ട് അതിലേക്ക് ആവശ്യത്തിന് ഉപ്പ്, 1 ടീസ്പൂണിൻ്റെ അടുത്ത് ഇഞ്ചി വെളുത്തുള്ളി ഒന്ന് ചതച്ചത്, പിന്നെ ആവശ്യത്തിന് കുരുമുളക്, ഇത്രയും ചേർത്തിട്ട് ഇതെല്ലാം ഒന്ന് നന്നായിട്ട് വഴറ്റിയെടുക്കുക. ഇതിലേക്ക് ജസ്റ്റ് ഒരു ഫ്ലേവറിന് വേണ്ടിയിട്ട് 1/4 ടീസ്പൂൺ ഗരം മസാലയും കൂടി ചേർത്തിനെ. പിന്നെ ഇതിലേക്ക് 1/4 ടീസ്പൂൺ ലെമൺ ജ്യൂസും പിന്നെ ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത കുറച്ച് മല്ലിയിലയും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുക്കുക. എന്നിട്ട് ഇതിലേക്ക് നേരത്തെ വേവിച്ചെടുത്ത ചിക്കന് ചെറുതായിട്ട് പൊടിച്ചിട്ട് അതും ചേർത്ത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുക്കാം. എന്നിട്ട് അവസാനം കുറച്ചൊരു 2 ഡ്രോപ്പ് സോയ സോസും പിന്നെ 1/2 ടീസ്പൂണ് ടൊമാറ്റോ സോസും ചേർത്ത് മൊത്തത്തിലൊന്ന് മിക്സ് ചെയ്തെടുത്താൽ സ്പ്രിംഗ് റോളിനുള്ള ഫില്ലിങ് റെഡിയായേ. ഇനി ഇതാ ബീഫ് സമൂസക്ക് വേണ്ടിയിട്ടുള്ള ഫില്ലിംഗ് ആണ്. അതിന് വേണ്ടിയിട്ട് അധികം വലിപ്പമില്ലാത്ത 3 ഉള്ളി എടുത്തിട്ടുണ്ട്. ഇത് ചെറുതായിട്ട് കട്ട് ചെയ്തെടുക്കാം.
എന്നിട്ട് സൺഫ്ലവർ ഓയിൽ ഒഴിച്ചിട്ട് ഈ ഉള്ളി നല്ലോണം ഒന്ന് വാട്ടിയെടുക്കാം. ഇതിലേക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. ഉള്ളി ഒന്ന് വാടി വരുമ്പം ഇതിലേക്ക് കുറച്ചൊരു 1/2 ടീസ്പൂണ് ഇഞ്ചി വെളുത്തുള്ളി ചതച്ചതാണ് ചേർക്കുന്നത്. അതിലേക്ക് 1/2 ടീസ്പൂണ് മുളക് പൊടി, കുറച്ച് ഒരു 1/2 ടീസ്പൂണ് ഗരം മസാല, ഇതും കൂടി ചേർത്തിട്ട് നല്ലോണം ഒന്ന് മിക്സ് ചെയ്തെടുത്തിട്ട് ചെറുതായിട്ട് കട്ട് ചെയ്തെടുത്ത് മല്ലിയിലയും കൂടി ചേർത്ത് കൊടുക്കാം. ഉപ്പും മഞ്ഞൾപ്പൊടിയും ഗരം മസാല, ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റെല്ലാം ചേർത്തിട്ട് വേവിച്ചെടുത്ത ബീഫാണ്. അത് ചെറുതായിട്ട് പൊടിച്ചെടുത്തിട്ട് ഈ ഫില്ലിങ്ങിലേക്ക് ഉള്ളിൻ്റെ മസാലയിലേക്ക് ചേർത്തിട്ട് നല്ലോണം മിക്സ് ചെയ്തെടുത്താൽ ബീഫ് സമൂസക്കുള്ള ഫില്ലിങ് റെഡിയായേ. ഇതെല്ലാം നല്ല ഈസി ആയിട്ട് ചെയ്യാൻ പറ്റുന്ന നല്ല ടേസ്റ്റ് ആയിട്ടുള്ള ഫില്ലിംഗ് ആണ്. അപ്പം ഇത് വെച്ചിട്ട് ഞാൻ ചെറിയ ചെറിയ സമൂസ ഉണ്ടാക്കുന്ന ചെറിയ ഷീറ്റ് വെച്ചിട്ട് അപ്പം സമൂസ സ്പ്രിംഗ് റോളെല്ലാം ചെയ്തെടുക്കാം. അപ്പോൾ ഇതാ സമൂസ മൊത്തത്തിൽ ചെയ്തെടുത്തിട്ടുണ്ട്. ഇനി ഇത് സ്റ്റോറേജ് ബോക്സിലാക്കിയിട്ട് നമുക്ക് ഫ്രീസ് ചെയ്ത് സൂക്ഷിക്കാം. അടുത്ത സ്പ്രിംഗ് റോളാണ് ചെയ്യുന്നത്. അത് നമുക്കിങ്ങനെ ഒരു ക്രോസിന് ഫില്ലിങ് വെച്ചിട്ടും ചെയ്യാം, അല്ലാണ്ട് സെൻറ്ററിൽ വെച്ചിട്ട് റോൾ ചെയ്തിട്ടും എടുക്കാം. അപ്പോൾ ഇതാ സ്പ്രിംഗ് റോളെല്ലാം മൊത്തത്തിൽ ചെയ്തിട്ടുണ്ട്. ഇനി ഇതും നമുക്ക് സ്റ്റോറേജ് ബോക്സിലാക്കിയിട്ട് ഫ്രീസ് ചെയ്തിട്ട് സൂക്ഷിക്കാം. അപ്പോൾ ഇതാ ഇങ്ങനെ ആക്കി വെച്ചാൽ നമുക്ക് ആവശ്യമുള്ളത് മാത്രം എടുത്തിട്ട് ഫ്രൈ ചെയ്താൽ മതിയല്ലോ. അപ്പോൾ ഇതാ എല്ലാ സ്നാക്സും നല്ല അടിപൊളിയായിട്ട് കിട്ടീനെ. ഇങ്ങനെ എയർ ഫ്രയറിൽ ചെയ്യുമ്പോൾ കുറേ സമയത്തെ ക്രിസ്പിനെസ് നിൽക്കുന്നുണ്ട്. നമ്മൾ ഓയിലിൽ പൊരിക്കുന്നതിനെക്കാട്ടിലും പിന്നെ ടേസ്റ്റിലും അങ്ങനെ വ്യത്യാസമൊന്നും വരുന്നില്ല. മേലിൽ കുറച്ചൊന്ന് ഓയിൽ സ്പ്രേ ചെയ്ത് കൊടുത്താൽ മതിയേ. അപ്പം എല്ലാം നല്ല ഈസി റെസിപ്പി അല്ലേ. അപ്പോൾ ഇഷ്ടമായെങ്കിൽ ഒന്ന് ലൈക്ക് ചെയ്യാം, എന്തൊക്കെയെല്ലാം കമൻറ്റ് ചെയ്യാം, സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. പിന്നെ ഉന്നക്കായെല്ലാം നല്ല അടിപൊളിയായിട്ട് കുക്കായിട്ട് വന്നിനെ. അപ്പോൾ വീഡിയോ റെസിപ്പിയെല്ലാം ഇഷ്ടമായെങ്കിൽ ഒന്ന് സപ്പോർട്ട് ചെയ്യാൻ മറക്കറേ. സബ്സ്ക്രൈബ് ചെയ്ത് സപ്പോർട്ട് ചെയ്യാം. അപ്പോൾ ഓക്കെ, ബൈ.